ഇന്ത്യൻ ഫുട്ബോളിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ത്യൻ ഫുട്ബോൾ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ പോലെ ഒരു വിനോദം ഇവരുടെ ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകണമെന്ന് പണിയറിയാവുന്നവന്മാരെ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റും. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പല ലീഗുകളും ഇങ്ങനെ ഫുട്ബോൾ വിറ്റ് വിജയിച്ച് കാശുണ്ടാക്കിയ ചരിത്രമുണ്ട്. പക്ഷെ ഇവിടെ പല അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവന്മാർക്ക് മുക്കാനുള്ളത് മുക്കിക്കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഉച്ഛിഷ്ടം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് സ്പോർട്സ് ആണ് ഭരിക്കുക, ജയിക്കുക, സസ്റ്റെയിൻ ചെയ്യുക? അതിജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ BCCI നല്ല രീതിയിൽ അവരുടെ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഗുണം അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അത് കണ്ട് അസൂയപ്പെടുന്നു, അത്ഭുതപ്പെടുന്നു ഒക്കെ ഉണ്ട്. പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ തന്നെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ ഒഴികെയുള്ള എല്ലാ ISL ക്ലബ്ബുകളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ജീനിയസ് സ്പോർട്സിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന വലിയൊരു എമൗണ്ടിൽ നിന്നും ആദ്യമേ തന്നെ മുക്കാം എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവന്മാർക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ചെയ്തുകൊള്ളാൻ നല്ല മടിയായിരിക്കും. 30 കോടി രൂപ നിന്റെയൊക്കെ അണ്ണാക്കിലോട്ട് കൊണ്ട് തള്ളി തരാമെന്ന് ഈസ്റ്റ് ബംഗാൾ ഒഴികെയുള്ള ബാക്കിയുള്ള ISL ക്ലബ്ബുകളെല്ലാം കൂടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതരോട് പറഞ്ഞു കഴിഞ്ഞു. പ്രതിവർഷം 15 കോടി വെച്ച് 2 വർഷത്തേക്ക് 30 കോടി രൂപ നിങ്ങളുടെ അണ്ണാക്കി ഞങ്ങളെ തള്ളിത്തരാം, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഞങ്ങളായിട്ട് ലീഗ് നടത്താൻ നിങ്ങൾ ഒരു അനുവാദം തരൂ എന്ന് പറയുമ്പോൾ ക്ലബ്ബുകൾക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. ഇവന്മാരുടെ കൈയിട്ട് വാരലും മുകളിൽ നിന്നുള്ള ഇടപെടലുകളും സമ്മർദ്ദങ്ങളും ഇല്ല എങ്കിൽ ലാഭകരമായിട്ട് ഈ ക്ലബ്ബുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടുത്തെ ഫുട്ബോളിനെ വിറ്റ് വ്യഭിചരിച്ച് കാശുണ്ടാക്കാൻ നിൽക്കുന്ന ഭരണകർത്താക്കളാണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന് സമാന സംഭവ വികാസങ്ങളെല്ലാം കൂടെ തെളിയിച്ച് കൺവിൻസ് ചെയ്തു വരുന്നുണ്ട്.